യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരരെ, ഈ നിമിഷം വരെ നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ടോ? സമ്പത്ത്, അറിവ്, ജോലി, മക്കൾ, ഈ നേടിയതെല്ലാം ദൈവാനുഗ്രഹത്താൽ ദൈവം തന്നതാണ്. അതിലൊരിക്കലും പിതാവായ ദൈവം ദുഃഖം കലർത്തുകയില്ല. എന്നാൽ എല്ലാം നേടി എന്ന് തോന്നിക്കഴിഞ്ഞ് ദൈവത്തോട് കലഹിച്ച് ദൈവത്തിൽ നിന്നും അകലുമ്പോഴാണ് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവം എന്തെല്ലാം നിങ്ങൾക്ക് തന്നാലും, എത്ര അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നാലും, ഏറെ വിനയത്തോടെ ദൈവമേ, അങ്ങ് എനിക്ക് തരുന്നതിലെല്ലാം ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്, എല്ലാം അങ്ങയുടേതാണെന്ന് എനിക്കറിയാം എന്ന് പറയുവാൻ, ആ ദൈവത്തിൻ്റെ മുന്നിൽ തലകുനിക്കുവാൻ നമ്മൾ എപ്പോഴും എളിമപ്പെടണം. അങ്ങനെ വരുമ്പോൾ ഉള്ളവന് വീണ്ടും ഞാൻ കൊടുക്കും, ഇല്ലാത്തവന് നിന്ന് ഉള്ളതുകൂടി എടുത്ത് ഞാൻ അവന് നൽകും എന്ന് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ വചനം പൂർത്തീകരിക്കും. എത്ര സമ്പത്തും തന്നാലും അത് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കുവാനും, ആ ദൈവത്തിൻ്റെ മുന്നിൽ നിറഞ്ഞ സംതൃപ്തിയോടെ നിൽക്കുന്നവനെ ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. ആ ദൈവാനുഗ്രഹം തലമുറകളോളം നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം ദൈവാനുഗ്രഹം നിറഞ്ഞതാകുവാൻ, ദൈവത്തിൻ്റെ സമർത്ഥമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ ഈ നിമിഷം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എളിമയോടെ, പൂർണ്ണ സംതൃപ്തിയോടെ നമുക്ക് നിൽക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തു ഇന്ന് നിങ്ങളുടെ മുമ്പിലും പിമ്പിലും വശങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. ദൈവാനുഗ്രഹം സമർത്ഥമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന ദൈവമക്കളെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ദൈവം അവരെ എല്ലാവരെയും തൻ്റേതാക്കി മാറ്റട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഓരോ ദിവസവും ധാരാളം മറുപടി തന്ന് ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.